നമസ്കാരം. ചിത്രം ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും ട്രെൻഡിനൊപ്പം പോകുന്ന വീഡിയോസാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും ട്രെൻഡിനൊപ്പം തന്നെ പോകാമെന്ന്. ട്രെൻഡെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന സമകാലീന പല വിഷയങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. പക്ഷെ ഇതൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തമാശയായി എടുക്കാവുന്ന ഒരു വിഷയമാണ്. വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ നീള നമ്പ്യാർ തന്നെയാണ്. ഇപ്പം എല്ലാവരുടെയും പോസ്റ്റുകൾ, മിക്കവരുടെയും പോസ്റ്റ് അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ശരിക്കും ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത് വളരെ ലേറ്റായിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ശരിക്കും ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് അവരുടെ പോസ്റ്റിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ ശരിക്കും എന്താ സംഭവം എന്നറിയാൻ ഞാൻ യൂട്യൂബൊക്കെ കയറി നോക്കി. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അതിലൂടെയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോസ് എല്ലാം തന്നെ മൊത്തം ഇരുന്ന് കണ്ടു. എന്താ കാര്യം എന്ന് അറിയാണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. ശരിക്കും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അവരോട് സഹതാപമാണ് തോന്നിയത്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ എന്തുമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയില്ല. പക്ഷെ അത് ഒരു യഥാർത്ഥമായിട്ടുള്ള സംഭവമാണെങ്കിൽ ശരിക്കും അവരുടെ കാര്യം വളരെ കഷ്ടമാണെന്ന് തന്നെ പറയാം. ഇപ്പം മുസ്ലിം സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു ഫാമിലി, അതും അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വളരെ എന്താ പറയേണ്ടത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. മോഡേൺ ഡ്രസ്സ് ഇട്ട് ഒരു ഷോർട്സ് ഇട്ട് ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ടത് കൊണ്ടാണ് അവർ സമുദായത്തിൽ നിന്ന് പുറത്തായതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതങ്ങോട്ട് അത്രയ്ക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല. കാരണം അത്തരം ഒരു റീസൺ മാത്രം കൊണ്ട് ഒരു ഫാമിലി, പ്രത്യേകിച്ച് ഒരു സ്ത്രീ അവരുടെ മതവിഭാഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കൺവിൻസിങ് ആയിട്ടുള്ള ഫാക്ടറല്ല. പക്ഷേ എന്നിരുന്നാലും അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. ചിലപ്പോൾ അത് മാത്രമായിരിക്കില്ലായിരിക്കാം, മറ്റും പല കാരണങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും അവർക്കും ഭർത്താവിനും 2 മക്കൾക്കും മലപ്പുറത്തേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യവും, അങ്ങനെ അവർ കൊച്ചിയിൽ താമസമാക്കിയതും, തുടർന്ന് അവരുടെ പാഷൻ സിനിമ അഭിനയമായിരുന്നു. അങ്ങനെ സിനിമ അഭിനയ രംഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതും ഒക്കെ അവർ പറയുന്നുണ്ട്. ശരിക്കും ആ കാര്യങ്ങളെല്ലാം എനിക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു സിനിമാ രംഗത്തേക്ക് വരുന്ന, അതും വളരെ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സിനിമാ രംഗത്തേക്ക്, അഭിനയ രംഗത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. ഇപ്പം സിനിമാ രംഗത്തേക്ക് ആദ്യമായിട്ട് ഒരു നായിക നടിയായിട്ട് വന്നു, എന്നിട്ട് അതും ചിലപ്പോൾ അവരുടെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ചാനൽസിലൊക്കെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്, അതിലൊക്കെ ഫസ്റ്റ് വിൻ ചെയ്തിട്ട് അവരെ ആ രീതിയിൽ നായികയായിട്ട് ഫിക്സ് ചെയ്ത് ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഒപ്പം തന്നെ ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റായിട്ട് മാറിയാലും പിന്നെ ചിലപ്പോൾ ആ നടിക്ക് ഒരു ഭാഗ്യ നടി എന്നൊരു ലേബൽ വീഴും. അങ്ങനെ വരുമ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ആ ഒരു കുട്ടിയുടെ ഫസ്റ്റ് മൂവി ഫ്ലോപ്പായിപ്പോയി, പിന്നെ അവർക്ക് സിനിമയിൽ പിടിച്ചു നിൽക്കണം എന്ന് വരുമ്പോൾ ചിലപ്പോൾ ഇതുപോലുള്ള പല കോംപ്രമൈസുകൾക്കും വേണ്ടിയിട്ട് അവരുടെ അടുത്ത ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് അത് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് പിന്നെ വേറൊന്നും ആരും നമ്മളെ നിർബന്ധിക്കില്ല. നമുക്ക് വേണമെങ്കിൽ മാത്രം യെസ് പറയാം, ഇല്ലെങ്കിൽ നോ പറഞ്ഞൊഴിയാം. ഇപ്പോൾ പീഡിപ്പിച്ചു എന്നോ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിൽ എനിക്ക് വലിയ വാസ്തവം തോന്നാറില്ല. കാരണം പീഡിപ്പിച്ചു എന്ന് നമുക്ക് അറിയാതെ പോവില്ലല്ലോ, അറിയാതെ ആരും പീഡിപ്പിക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ ഡ്രഗ്സോ അങ്ങനെയുള്ള ഡ്രിങ്ക്സോ ഒക്കെ കൊടുത്ത് ചിലപ്പം ആ ഒരു മേഖലയിലേക്ക്, ആ ഒരു എന്താ പറയേണ്ടത്, ട്രാക്കിലേക്ക് കൊണ്ടുവരാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അറിയാതെ ആ ഒരു ട്രാക്കിലേക്കൊന്നും വീഴുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്കിതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ വേണ്ട. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻഡ് ഫിലിം ഫീൽഡിൽ തന്നെയാണ്. ഞാനിപ്പോൾ അഭിനയിച്ചിട്ടുള്ള അതെല്ലാം തന്നെ എനിക്ക് പേഴ്സണലായിട്ടുള്ള അടുപ്പമുള്ള ആൾക്കാരുടെ സിനിമകളിലും കൂടെയാണ്. അതേസമയത്ത് എനിക്ക് പുറത്ത് ഞാൻ ആരെന്നറിയാണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നല്ല ഓഫേഴ്സ് വന്നിട്ടുമുണ്ട്. പക്ഷെ അതിനെല്ലാം തന്നെ ഇത്തരത്തിലുള്ള
ഒരു കോംപ്രമൈസിൻ്റെ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. എല്ലാം നേരിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളോട് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ എന്താ പറയുക, നമുക്ക് ചിരി വരും. അത്തരം കാര്യങ്ങളാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു നായിക നടിയെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും ഇപ്പോൾ നമ്മളോട് പറയുക അവരെങ്ങനെയാണ് ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നതെന്നറിയോ, ഇത്രയും സൂപ്പറായിട്ടുള്ള പടങ്ങൾ ചെയ്യുന്നതെന്നറിയോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് കണ്ണടച്ചാൽ മതി എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സിനിമ ഹിറ്റായി നമ്മൾ പിന്നെ എന്താ പറയുക പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് പോവാം. നമ്മുടെ സമയം ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ഓരോരോ ട്രാക്കിലേക്ക് പോയി നമ്മുടെ ജീവിതം എന്താ പറയുക നാശമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. പക്ഷേ ഈ ഒരു സ്ത്രീ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആഡ്സിനും പരസ്യ ചിത്രങ്ങൾക്കും അതുപോലെ തന്നെ സിനിമയിലും ഒക്കെ ഇതുപോലുള്ള ഒത്തിരി കോംപ്രമൈസിൻ്റെ ടോക്കുകൾ വന്നു. അങ്ങനെ അത് അവർ ഒഴിവാക്കി. എന്നിട്ട് അവർക്ക് ജീവിക്കാൻ ഒരു മാർഗം വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ എന്താ പറയേണ്ടത്, തുണി അഴിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് സത്യമാണെങ്കിൽ അതിനൊരു ന്യായമുണ്ട്. കാരണം ഇപ്പോൾ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ പലരുടെ കൂടെയും പോയി കിടന്നു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പം ഇങ്ങനെ ഈ കിടന്നു കൊടുക്കുക എന്നുള്ളൊരു വാക്ക് ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു വാക്കാണ്. പക്ഷേ അത് നമ്മുടെ യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് ഒരു താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ പോൺ സൈറ്റുകളിലും മറ്റും ന്യൂഡായിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ പബ്ലിഷ് ചെയ്ത് അവരത് മാർക്കറ്റ് ചെയ്യുന്നു. അവരുടെ ബോഡി എന്താ പറയേണ്ടത് ഡയറക്റ്റ് വിൽക്കാണ്ട് ഇത്തരത്തിൽ ഈ രീതിയിൽ ഇൻഡയറക്റ്റ് വേയിൽ വിറ്റ് അവർ കാശുണ്ടാക്കുന്നു. അതിനെ ശരിക്കും പറഞ്ഞാൽ അവർ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ചിലപ്പോൾ അത് നമ്മുടെ മെൻറ്റാലിറ്റിയാണ്. ഇപ്പോഴത്തന്നെ നമ്മൾ ഇപ്പം വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയും. കാരണം ഡ്രസ്സിങ്ങിലായാലും എല്ലാവർക്കും തന്നെ അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ പലപ്പോഴും നമ്മളോട് കഴിഞ്ഞ തലമുറയിലെ ആൾക്കാരോ ഇല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ ഉള്ള ആൾക്കാർ പറയും എന്തിനാ ഇതൊക്കെ ഇടുന്നത്. പലപ്പോഴും സ്ലീവ്ലെസ് ഡ്രസ്സുകളോ ഇല്ലെങ്കിൽ ജീൻസും ടോപ്പ് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ജീൻസും ടോപ്പും ഒക്കെ ഇടുമ്പോൾ പലപ്പോഴും ചോദിക്കും എന്തിനാ ഇത്തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇടുന്നത്. ആ ഒരു ടോക്ക് ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ജീവിത രീതിയിലായാലും നമ്മുടെ ആഹാര രീതിയിലായാലും എല്ലാം നമുക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബോഡിയെ അത്ര വലിയ ഒരു സംഭവമായിട്ട് കണക്കാക്കാതിരുന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, അതായത് ഇപ്പം ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഫോട്ടോസിനും വീഡിയോസിനും നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കണം. നമുക്ക് ജീവിക്കാനുള്ളൊരു മാർഗം, അതായത് മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കാതെ നമുക്ക് ശരിയാന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ജീവിക്കാനൊരു മാർഗം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം അത് കണ്ട് ആസ്വദിക്കാൻ കുറേ ആൾക്കാരുണ്ടാകും, പക്ഷെ അത് നമ്മളെ ബാധിക്കില്ല. നമ്മൾ ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഇടുന്നു, കുറച്ച് ഫോട്ടോസ് ഇടുന്നു. അതിൽ എന്താ പറയുന്നത്, അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനുള്ള ധൈര്യം കാണിക്കുന്ന ആൾക്കാർ വളരെ കുറവ് തന്നെയായിരിക്കും. ഇപ്പം തന്നെ പലപ്പോഴും നമ്മുടെ സിനിമകളിലൊക്കെ പുതിയ നായികമാർ പല സിനിമകളിലും ഇപ്പോൾ ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നഗ്നയായിട്ട് അഭിനയിക്കാൻ തയ്യാറായിട്ടുള്ള നായികമാരുണ്ട്. പക്ഷേ അതിന് ഇപ്പോൾ കലയോട് അമിതമായിട്ടുള്ള ആവേശമുള്ള ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കും. അതേസമയത്ത് അത് കണ്ടിട്ട് എന്ന് പറയുന്ന ധാരാളം ആളുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ അത്തരം ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമില്ലാത്തവരും ധാരാളം ഉണ്ടാകാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. ആ രീതിയിൽ തന്നെ ഇതിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവരതിനത്ര ഇമ്പോർട്ടൻസേ കൊടുക്കുന്നുള്ളൂ. അവർക്ക് ഭർത്താവുണ്ട്, പ്രായപൂർത്തിയായ ഒരു മകനുണ്ട്, പിന്നെ ഒരു മോളുണ്ട്. അത് അവരെ ബാധിക്കുന്ന കാര്യം. ചിലപ്പോൾ പെൺകുട്ടിക്ക് ചിലപ്പോൾ ഇതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവാം. പക്ഷേ ആ കുട്ടിയും ഈ ഒരു രീതിയിലുള്ള മെൻറ്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ സ്കൂളിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവരത്രയ്ക്കും പ്രശസ്തയാണല്ലോ, അതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ഇത്തരം അവരുടെ ഫോട്ടോസ് ഇടുന്നതിലോ അതിലൊന്നും എനിക്കത്ര വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയതിൽ ഒരേ ഒരു കാര്യമുള്ളൂ. സാധാരണ നമ്മുടെ ഒരു പേര് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു സർനെയിം വയ്ക്കുന്നത് നമ്മുടെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ പേരാണ് വയ്ക്കാറുള്ളത്. ഇപ്പം നായർ എന്നുള്ളതും ആയാലും നമ്പ്യാരായാലും മേനോനായാലും നമ്പൂതിരി ആയാലും എല്ലാം തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്ന തരത്തിലുള്ള ഒരു സർനെയിമാണ് നമുക്കുള്ളത്.
അത് ചിലപ്പോൾ ഇപ്പോൾ അടുത്തായിട്ടാണ് ഈ സ്ത്രീകൾക്കിപ്പം ഇതുപോലെ നായർ അതുപോലെ സർനെയിം വയ്ക്കുന്നത്. സാധാരണ മുമ്പൊക്കെ എന്താ പറയണ്ടത്, നമ്മുടെ എൻ്റെയൊക്കെ ഒരു തലമുറയ്ക്ക് മുന്നേ ഉള്ള ആൾക്കാർക്ക് കൂടുതലും കുമാരി, ദേവി അങ്ങനെയൊക്കെ ആയിരിക്കും സർനെയിം വരിക. പക്ഷേ അമ്മ, ഇപ്പോൾ ശാന്തമ്മ അങ്ങനെയൊക്കെയുള്ള പേരുകളായിരുന്നല്ലോ മുമ്പുണ്ടായിരുന്നത്. ഇപ്പോഴാണ് കൂടുതലും പേര്, ഒന്നുകിൽ നമ്മൾ പേരിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ പേര് വയ്ക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സർനെയിം വയ്ക്കും. അപ്പോൾ പക്ഷെ അത് നമ്മളെ ഒരു കുടുംബം കാണിക്കുന്ന കുടുംബ പാരമ്പര്യം എന്നോ ഞാനൊരു വലിയ സംഭവമായിട്ട് പറയുകയല്ല. പക്ഷെ അതിൻ്റെ അങ്ങനെ വെക്കുന്ന നമ്മൾ എന്തെങ്കിലും എടുത്ത് വെക്കുകയല്ല, നമ്മുടെ ജനിച്ചു വളർന്ന നമ്മുടെ പാരമ്പര്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർനെയിം ആയിരിക്കും അതിനി ഏതാണെങ്കിലും. പക്ഷേ ഇവിടെ ഇപ്പം നിള നമ്പ്യാർ എന്നുള്ള പേര് വന്നപ്പോൾ ഈ നമ്പ്യാർ അവർക്ക്, എനിക്ക് തോന്നുന്നു അവർക്ക് അറിഞ്ഞുകൂടാതെ വെച്ചതാണെന്ന് തോന്നുന്നു. എന്തോ ഒരു സംഭവം, എല്ലാവരും പലരും നായറുണ്ട്, നമ്പ്യാറുണ്ട്, അങ്ങനെ പല പല സർനെയിമുണ്ട്. അപ്പോൾ എന്തായാലും നമ്പ്യാർ കുഴപ്പമില്ല. കൂടുതലിപ്പം ഇത്തരം ഫീൽഡിൽ നിൽക്കുന്ന പ്രശസ്തരായിട്ടുള്ള സ്ത്രീകളെല്ലാം നായർ എന്നുള്ള പേര് കൂടെ വെച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു വ്യത്യാസമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്പ്യാരെ വെച്ചതായിരിക്കും. അവർ ചിലപ്പോൾ അതിന് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുമെന്നോ, ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവായിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് അവരുടെ റീച്ച് എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമായി മാറി. പക്ഷെ എന്നിരുന്നാലും അവർ ചിലപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു എതിർപ്പെന്ന് പറയുന്നത്. കാരണം അത് അവർ വെക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താ പറയുക, വെക്കാനുള്ള അവകാശമില്ലാത്ത, നമുക്ക് ഏതൊരു പേരും നമുക്ക് സ്വീകരിക്കാം. നമുക്കിപ്പോൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറി അവർ ഹിന്ദു മതത്തിൽ ചേർന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട ഏത് പേര്, നിള എന്നുള്ള പേര് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ നമ്പ്യാരാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് പേരിടുന്നതിൽ ഏത് പേരും വരാം. അതേപോലെ ഇപ്പം കഥകളിലായാലും എന്തിലും നമുക്കൊരു പേരിടുന്നതിലൊരു പ്രശ്നമില്ല. അതേസമയത്ത് ഇങ്ങനെ ഒരു സർനെയിം വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ജെനുവിനിറ്റി ഉണ്ടാവണം. ഇപ്പോൾ അവർ ഗസറ്റിലൊക്കെ കൊടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. പബ്ലിഷ് ചെയ്തതാണെങ്കിൽ അതിന് ഇപ്പോൾ ഇങ്ങനെ സർനെയിം ഇങ്ങനെ വെക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടോ എന്നും എനിക്കറിയില്ല. ലീഗലി ചിലപ്പം ഇതിനൊക്കെ നമുക്ക് ആർഗ്യുമെൻ്റ് ഒന്നും അവിടെ വില പോവില്ലായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മളല്ലാണ്ട് ഒരു മാനുഷികമായി നോക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കാനുള്ള ഒരു അവകാശം അവർക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ മാത്രം അഭിപ്രായമാണോ എന്നറിയില്ല. രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല ഇതൊരു വ്യക്തി അവരുടെ പേര് തീരുമാനിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ പേരല്ല ഇവിടെ പ്രശ്നമായിട്ട് വന്നത്. നിള എന്നുള്ള പേര് ഇവിടെ പ്രശ്നമേ അല്ല. പക്ഷെ നിളയുടെ കൂടെയുള്ള നമ്പ്യാരാണ് പ്രശ്നക്കാരൻ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ മറ്റ് വരായികകൾ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ആ ഒരു കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട്. ഇപ്പോൾ ഹിന്ദു മതത്തിൽ നിന്നും മുസ്ലിം വിഭാഗത്തിലേക്ക് പേര് മാറിയ ഒരു വ്യക്തി നമ്മൾക്കിടയിൽ തന്നെയുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി, അവരുടെ പേര് കമലാദാസ് എന്നത് കമല സുരയ്യ എന്ന് മാറി. അതേസമയത്ത് അവർ ഒരു സുരയ്യ തങ്ങളെന്നോ അങ്ങനെ ഒന്നുമല്ല അവർ വെച്ചത്. ആ ഒരു മുസ്ലിം പേര് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ആസിയ നിളയായതിൽ ആരും എതിർപ്പ് പറയാൻ സാധ്യതയില്ല. അതേസമയത്ത് ഈ ആസിയ എന്ന പേര് മാറ്റി നിള നമ്പ്യാരായതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഇതിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് ഇതിൻ്റെ കീഴിൽ വന്ന് പൊങ്കാലയിടേണ്ട ആവശ്യമൊന്നുമില്ല. അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അല്ല, എല്ലാ വിഷയങ്ങൾക്കും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും. അതുപോലെ ഇതും എൻ്റെ ഒരു അഭിപ്രായമായി മാത്രം കണ്ടാൽ മതി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യാനും.